ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എന്തുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷം എന്താ വെച്ചാൽ മഴ തുടങ്ങി. വേനൽ മഴ എന്ന് പറയാം, എന്നാൽ കാലവർഷം തുടങ്ങുകയാണെന്ന് പറയാം. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടൈമാണിത്. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായി. കുട്ടികൾക്ക് പുതിയ ബാഗ്, പുതിയ കൊട, ഷൂസ്, പുതിയ യൂണിഫോം, ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ട് മഴയും കൊണ്ട് ഇങ്ങനെ പോവേണ്ട ഒരു ടൈമായി. നമ്മളുടെ കാലത്തെ പോക്കല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് കേട്ടാ. നമ്മളുടെ കാലത്തെ വെള്ളത്തിൽ കൂടിയും ഒക്കെ അങ്ങനെ വെള്ളത്തിലിറങ്ങി വെള്ളം അങ്ങനെ ഒരു പൊട്ടിക്കണ ഒരു കളിയുണ്ട്. അതൊക്കെയായി മഴയൊക്കെ നനഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോവുക. സ്കൂളിലെത്തുമ്പോൾ പകുതി നനഞ്ഞുണ്ടാകും. ബെഞ്ചുമ്പോൾ 4ഉം 5ഉം കുട്ടികളൊക്കെ കൂടി ഇരിക്കുമ്പോൾ ചൂടുകൊണ്ട് ഡ്രസ്സ് ഉണങ്ങും. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകും, പിന്നെയും നനയും. അതൊന്നും അന്നൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പം എന്താ, കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവാണ്. ഒന്നും മിണ്ടുമ്പോഴേക്കും ജലദോഷം, പനി ഒക്കെ വരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് കുട്ടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ 5 മിനിറ്റ് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ടിഫിൻ ബോക്സിലേക്ക് പറ്റിയത്. ടിഫിൻ ബോക്സിലേക്ക് ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ചൂടോടെ കഴിച്ചു പോകാൻ പറ്റിയ ഒരു സ്പിനച്ച് ഓംലെറ്റ്. അതായത് ബട്ടർ ഉപയോഗിച്ചിട്ടോ ഗീ ഉപയോഗിച്ചിട്ടോ ഈ സ്പിനച്ച് ഓംലെറ്റ് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരികയാണെന്ന് വിചാരിക്കുക, ഈ ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള നിലയിൽ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് സ്പിനച്ച് ഓംലെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ചീര നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇനി അതിൽ എന്തെങ്കിലും മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്ട് പോയിക്കോളും. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ചീരയുടെ ഒരു സീസണാണല്ലോ. എല്ലാ വീടുകളിലും 2 ചീരയുടെ ചെടിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ചീര ഇല്ലാത്ത വീടില്ല അല്ലേ. അപ്പോൾ നമുക്ക് സ്പിനച്ച് ഓംലെറ്റ് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈവനിങ് സ്നാക്കോ ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ റെസിപ്പികളും ഞാൻ ഉണ്ടാക്കാൻ നോക്കാം, എൻ്റെ അറിവ് പോലെ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇന്നൊരു ഗീ ചീര ഓംലെറ്റ് ഉണ്ടാക്കാം. സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ടിഫിൻ ബോക്സിലേക്ക് പറ്റിയ നല്ല ഒരു ഓംലെറ്റാണ് സ്പാനിഷ് ഓംലെറ്റ്, ഗീ സ്പാനിഷ് ഓംലെറ്റ്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ചീര, തക്കാളി, ഒരു തക്കാളി, ഒരു വലിയ സവാള, ഉപ്പ്, ഒരു പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിവാക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് കടിച്ചു കഴിഞ്ഞാൽ എരിവൊക്കെ ഉണ്ടാവും, വലിയവർക്കും കഴിക്കാം. കുരുമുളക് പൊടി, ഇത്രയും സാധനമാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റായി. ഇനി നമുക്ക് നല്ല ഒരു പാൻ വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്, ഹെൽത്തിയാണ്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത്. എൻ്റെ പുതിയ പ്രസ്റ്റീജിൻ്റെ പാത്രം ഞാൻ എന്താ ഉദ്ഘാടനം ചെയ്യുന്നു കേട്ടോ. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മെൽറ്റായി. നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി, ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. രാവിലെ ഇത് മാത്രം കഴിക്കാൻ മതി. നല്ല ഒരു കോഫി. എല്ലാ വൈറ്റമിനും ശരീരത്തിലെത്തും. ഇതിലേക്ക് നമുക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് സോട്ടായാൽ മതി കേട്ടോ. ഉപ്പൊന്നും ഇതിൽ ചേർക്കേണ്ട, ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ ഓംലെറ്റിന്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യും. അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്നാണ്ട് മറിച്ചിടാം കേട്ടോ. ഒരുവിധം ആയി ഇത്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് മറിച്ചിട്ടു. ഇത് വെയിറ്റ് കൂടിയ കാരണേ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ മറിച്ചിട്ടു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വാങ്ങിയിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്ക് ടിഫിനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയ ഒരു സ്നാക്കായി. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡിയായി. നമുക്ക് ഇത് നമ്മുടെ കെച്ചപ്പ് കൂട്ടിയിട്ടാണ് കഴിക്കും.
എങ്ങനെയുണ്ട് സ്പിനച്ച് ഓംലെറ്റ്? അത് ബട്ടറോ ഗീയോ ഉപയോഗിച്ച് ഉണ്ടാക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഇതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമായി. ഇന്ന് എൻ്റെ ഭക്ഷണം വെറും ഒരു സ്പിനച്ച് ഓംലെറ്റും ഒരു ഗ്ലാസ് പാലുമായിരുന്നു. പിന്നെ എന്തിനാ അരി ഭക്ഷണം? അതിൻ്റെ ആവശ്യമില്ല. റൈസ് പരമാവധി നമ്മൾ ഒഴിവാക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പം പിന്നെ നമ്മളുടെ ഈ തടി ഇങ്ങനെ കൂടില്ല. പിന്നെ തടിയുള്ളവർക്ക് എന്തൊഴിവാക്കിയാലും തടി കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ പോലുള്ളവർക്ക് വെള്ളം കുടിച്ചാലും തടിക്കും. അതൊക്കെ നമ്മളുടെ ഹെറിഡിറ്ററിയാണ്. സിമ്പിൾ ആൻഡ് വെരി ന്യൂട്രീഷ്യസ് റെസിപ്പി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുല്ലോ? ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു റെസിപ്പി ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.